കാസർഗോഡ് വാഹനാപകടത്തിൽ മരിച്ച സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജീഷിന്റെ വീടിന്റെ ആധാരം തിരിച്ചെടുത്തു നൽകി കേരള പോലീസ് ഹൌസിംഗ് സഹകരണ സംഘം. നീലേശ്വരം പോലീസ് ക്വാർട്ടേഴ്സിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ആധാരം കുടുംബത്തിന് കൈമാറി. പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്ന വീട് നിർമ്മാണം പൂർത്തിയാക്കി നൽകാനും തീരുമാനമായിട്ടുണ്ട്. ബേക്കൽ ഡിവൈഎസ്പിക്ക് കീഴിലെ ഡൻസബ് സ്ക്വാഡിൽ അംഗമായിരുന്നു കെ സജീഷ്. കഴിഞ്ഞ മാസം MDMA കേസിലെ പ്രതിയെ പിടികൂടാനായി സഹപ്രവർത്തകനൊപ്പം കാസർഗോഡ് 4 മൈലിലെത്തിയപ്പോൾ ഇരുവരും സഞ്ചരിച്ച കാറിൽ ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് തന്നെ സജീഷ് മരിച്ചു. നീലേശ്വരത്തെ പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു സജീഷും കുടുംബവും താമസിച്ചിരുന്നത്. നീലേശ്വരത്ത് പുതിയ വീട് നിർമ്മിക്കുന്നതിനായി സജീഷ് കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘത്തിൽ നിന്ന് 28 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു. ഇതിൽ തിരിച്ചടവിന് ബാക്കിയുണ്ടായിരുന്ന 24,41,000 രൂപ എഴുതിത്തള്ളി. വീടിന്റെ ആധാരം സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ സജീഷിന്റെ കുടുംബത്തിന് കൈമാറി. എസ്പെഷ്യലി നാർക്കോട്ടിക്സിനെതിരായിട്ടുള്ള ഡ്രൈവിലെ വളരെ നല്ല രീതിയിൽ പ്രവർത്തനം എടുക്കുന്നതാണ്. ഒരു ദൗർഭാഗ്യവശാത്ത് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ നഷ്ടമായിട്ടുണ്ട്. കേരള പോലീസ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു നല്ലൊരു പ്രവർത്തനം നടക്കുന്ന സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിന് വേണ്ടി സജീഷിന് കുടുംബത്തിന് ആവശ്യമുള്ള രീതിയിൽ സഹായം ചെയ്യാൻ വേണ്ടിയുള്ള കണക്കുകൊണ്ടാണ്. പാതി വഴിയിൽ നിലച്ചുപോയ വീട് നിർമ്മാണം പൂർത്തിയാക്കാനും കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘം തീരുമാനിച്ചു. ഹൗസിംഗ് സഹകരണ സംഘം നടപ്പിലാക്കുന്ന CPAS പദ്ധതിയുടെ ഭാഗമായി ശേഷിക്കുന്ന വീട് പണിക്ക് ആവശ്യമായ തുക കൂടി ആ കുടുംബത്തിന് നൽകാൻ വേണ്ടി നമുക്ക് താമസിയാതെ തന്നെ സാധിക്കും. അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായി ഏകദേശം 25 ലക്ഷത്തോളം രൂപയും സമീപ ദിവസങ്ങളിൽ തന്നെ ഈ കുടുംബത്തെ ഏൽപ്പിക്കാൻ വേണ്ടി കഴിയും. IG രാജ്പാൽ മീണ, DIG യതീഷ് ചന്ദ്ര, ജില്ലാ പോലീസ് മേധാവി BV വിജയ് ഭാരത് റെഡ്ഡി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.